ഹായ് ഗൈസ്. അപ്പോൾ നാട്ടിൽ നടന്ന ഒരു ചെറിയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ലൈവ് സ്കോറും സ്റ്റാറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വിഷ്വലാണ് ഇവിടെ. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെബ് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തത്. ആ വെബ് ആപ്ലിക്കേഷൻ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഗൂഗിളിൻ്റെ ആൻറ്റി ഗ്രാവിറ്റിയും പിന്നെ കുറച്ച് കേഴ്സറുമാണ്. അപ്പോൾ ഞാൻ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ചെറിയ ഡെമോ തരാം. അപ്പം ഇത് ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ അല്ല, നമ്മളെങ്ങനെ ഈ AI ടൂൾസ് എല്ലാം യൂസ് ചെയ്യുന്നു, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, എത്ര ഈസിയാണ്, അതെല്ലാം കാണിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ആപ്ലിക്കേഷന് ഞാൻ ഈ ടൂർണമെൻറ്റ് മാനേജ് ചെയ്തിരുന്നത് എൻ്റെ ഒരു സബ് ഡൊമെയിൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഹോസ്റ്റ് ചെയ്തിട്ടാണ്. ഞാൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് .NET C# റീസർ പേജസ് വെച്ചിട്ടാണ്. ഒരുപാട് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ നമുക്ക് this is like which I'm running the application on localhost right now, and this is a live version, tournament.vxlabs.in. നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇത് ഓൾറെഡി ടൂർണമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാണ്, അപ്പോൾ അവിടെ സ്റ്റാറ്റ്സ് ഒന്നും കാണത്തില്ല. ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ദിസ് ഈസ് ദ ഹോം പേജ്. നമ്മൾ മാച്ചസ് ഇവിടെ കാണാൻ പറ്റും. ഞാൻ അധികവും മിമിക് ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ ഗൂഗിളിലെല്ലാം നമ്മൾ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗെന്നോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗെന്നൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതേപോലുള്ളൊരു ചെറിയ ഡിസൈനാണ് കാണാം. അപ്പോൾ നോട്ട് ദിസ് ബ്ലൂ തിങ്, ഇറ്റ് കെയിം ഔട്ട് ദിസ് വേ. അപ്പം നമുക്ക് ലൈവ് ആണെങ്കിൽ ഞാൻ ഒരു മാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി, അതുകൊണ്ടാണ് ഇറ്റ്സ് ഷോയിങ് ലൈവ്. അപ്പം അത് ദിസ് ഈസ് ദാറ്റ് മാച്ച്. ഞാൻ 42 മിനിറ്റ്സ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇഫ് ഐ വേർ ടു ഇഫ് സമ്മൺ സ്കോർഡ് എ ഗോൾ, സോ ഫോർ എക്സാമ്പിൾ ദിസ് ഗൈ സ്കോർഡ് എ ഗോൾ, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് റെക്കോർഡ്. അപ്പം സ്കോർ 1-1 ആയി. നമ്മൾ ഗോ ബാക്ക് ടു ദ സെയിം ഹോം പേജ്. ഇവിടെ സ്കോർ 1-1 ആയിട്ടുണ്ടാവും. അപ്പം ലൈവായിട്ടാണ്. സിഗ്നലാർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഈ പേജ് റീഫ്രഷ് ചെയ്യാതെ തന്നെ ഇവിടെ തന്നെ കാണാൻ കാരണം. അപ്പോൾ നമ്മൾ ഇപ്പം നോർമലി എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കെൻഡും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു സിമ്പിളായിട്ട് നമുക്ക് ലൈവ് സ്കോറും കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു URL വെച്ചത്. അപ്പം ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐ ക്രിയേറ്റഡ് എ ഡാഷ്ബോർഡ്. ദർ ഇസ് എ അഡ്മിൻ ഡാഷ്ബോർഡ്. അതിനൊരു ലോഗിൻ ആവശ്യമുണ്ട്. ഐ പ്ലാൻ ടു ഡു ഇംപ്രൂവ്മെൻറ്റ്സ് ഓൺ ദിസ് ആപ്ലിക്കേഷൻ ഇഫ് സമ്മൺ റിയലി നീഡ്സ് ഇറ്റ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൂർണമെൻറ്റ്സ് റൺ ചെയ്തിട്ടുണ്ട്. റൺ ചെയ്തത് കംപ്ലീറ്റ്ലി ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ടായിരുന്നു. ഗൂഗിൾ ഷീറ്റിൽ ഇങ്ങനത്തെ ഓട്ടോമേഷൻസും ടേബിളിൻ്റെ സ്റ്റാൻഡിങ്സ് എല്ലാം ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതൊരു ഗൂഗിളിൻ്റെ സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇൻ കേസ് ഇഫ് യു ഗൈസ് എനിവൺ നീഡ് ഇറ്റ് ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. അപ്പം ഇതാണിപ്പം ഇപ്പോഴുള്ള കറണ്ട് ആപ്ലിക്കേഷൻ. നമ്മൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. യു ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് എ ടൂർണമെൻറ്റ് പേര്, ഏത് ഫോർമാറ്റാണ്, ഐ മീൻ 5s ആണോ 7s ആണോ. ഞാൻ ഇത് കംപ്ലീറ്റ്ലി ലോക്കൽ ടൂർണമെൻറ്റിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. നമ്മളെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന ലോക്കൽ 7s ടൂർണമെൻറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യത്തിനാണ്. ടൂർണമെൻറ്റ് ഗ്രൂപ്പ് സ്റ്റേജ് മാത്രമാണോ, ജസ്റ്റ് ഫുൾ നോക്കൗട്ടാണോ, ഈ ഗ്രൂപ്പ് സ്റ്റേജും നോക്കൗട്ടും ആണോ, ലീഗ് പേസ് ആണോ, എത്ര ഗ്രൂപ്പ് ഉണ്ട്, അതിലെത്ര ഒരു ഗ്രൂപ്പിൽ എത്ര ടീം ക്വാളിഫൈ ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം കംപ്ലീറ്റ്ലി ബഗ് ഫ്രീ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് റൺ നടത്തിയിട്ടുണ്ട്. അപ്പം ഫ്യൂ ഡേയ്സ് ബിഫോർ, ഐ തിങ്ക് ഇറ്റ് വാസ് 7th of February, യെസ്റ്റർഡേ, ഞാൻ ഒരു ടൂർണമെൻറ്റിൽ ഐ ലൈവ് ടെസ്റ്റഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് വർക്കിംഗ് ഓക്കെ. അപ്പം ദിസ് ഈസ് ഹൗ വി ക്രിയേറ്റ് എ ടൂർണമെൻറ്റ്. നമ്മൾ ടൂർണമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ചെയ്തിട്ട് യു ക്യാൻ ഗോ ടു ദ ഡീറ്റെയിൽ പേജ് ആൻഡ് യു ക്യാൻ ആഡ് എ ന്യൂ ടീം. ടീംസിനെ ആഡ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ടീമിനെ ആഡ് ചെയ്യാം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ടീംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് മെനു ഉണ്ട്, അവിടെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ടീംസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ടീം ഇവിടെ ആഡ് ആയി വരും. ആ ടീമിൻ്റെ പ്ലെയേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ടീം ഡീറ്റെയിൽസ്. ഈ ടീം ഡീറ്റെയിൽസ് പോയിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് ആഡ്, ജസ്റ്റ് നെക്സ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ 10 പേര് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഒരാളത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. അപ്പം പൊസിഷൻ ടീം ക്യാപ്റ്റൻ ആണോ അല്ലേ, അപ്പം ടീം ക്യാപ്റ്റൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു സ്റ്റാർ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ടീം ക്യാപ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല.
അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീം ക്രിയേറ്റ് ചെയ്യുന്നതും ടീമിൻ്റെ മാനേജ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. അപ്പം ടീം കംപ്ലീറ്റ്ലി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് മാച്ചസ് ആണ്. ആ ടൂർണമെൻറ്റിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടോ ആ ഗ്രൂപ്പിനെ നമുക്കിവിടെ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ടീംസിനെ ആഡ് ചെയ്യാം. ആ ടീംസിനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മാച്ച് ഷെഡ്യൂൾ ചെയ്യാം. മാച്ച് ഷെഡ്യൂൾ ചെയ്യുന്നത് ഹോം എവേ വേണ്ടിയിട്ട് ഒരു കണ്ടക്ട് ഡ്രോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടക്ട് ഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ടീംസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം കളിക്കുന്ന പോലത്തിലാണ്. അങ്ങനെയാണ് എഴുതിയത്. ദെയർസ് എ ചാൻസ് ദാറ്റ് നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് വരുമ്പോൾ ബഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്നലെ റൺ ചെയ്തതിൽ ഒറ്റ ഗ്രൂപ്പും 5 ടീമും ഉള്ളൂ. മാച്ചസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് മാച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഇഫ് ഐ വേർ ടു ക്ലിക്ക് സ്റ്റാർട്ട് മാച്ച്, പേജ് റീഫ്രഷ് ആയി. ഇവിടെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിവിടെ ലൈവ് ടൂർണമെൻറ്റിൽ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊരു മാച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ടാവും. ഇവിടെ വന്ന് യു ക്യാൻ സ്റ്റാർട്ട് ട്രാക്കിംഗ് ഈച്ച് പ്ലെയർ സ്റ്റാറ്റ്സ്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നുള്ളൂ. കാർഡ്, ഷോട്ട്സ്, ടാക്കിൾ, ഫൗൾസ്, സേവ്, പെർഫോമൻസ്. അപ്പോൾ ഈ പെർഫോമൻസ് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാൻ ഓഫ് ദ മാച്ചൊക്കെ തീരുമാനിക്കണമല്ലോ. അപ്പോൾ തീരുമാനിക്കുന്നതിന് ഇപ്പം ഇഫ് സംവൺ സോ നമ്മൾ ഇതിനൊരു പോയിൻ്റ് വൈസാണ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ സിസ്റ്റം നമുക്കൊരു സജഷൻ തരുന്നത്, അപ്പം കൂടുതൽ ഗോൾ അടിച്ച ആരാണോ അവർക്ക് മാൻ ഓഫ് ദ മാച്ച്. അപ്പം അസിസ്റ്റ് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, ഗോളും അസിസ്റ്റുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോ ഗോളിന് ഇത്ര പോയിൻറ്റ്, അസിസ്റ്റിന് ഇത്ര പോയിൻറ്റ്, അതൊക്കെ കൂടി ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിസ്റ്റം നമുക്കൊരു സജഷൻ തരും. ഒന്നുകിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ ഒരാൾ ഗോൾ അടിച്ചു കഴിഞ്ഞു, ഗോളിൽ നമുക്ക് അസിസ്റ്റ് ചെയ്തത് വേറൊരാളാണ്, നമുക്ക് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്കോർ 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈവിൽ ഇവിടെ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇനി മാച്ച് ഹാഫ് ടൈം കാര്യങ്ങളൊക്കെ പൗസ് ചെയ്യാനും എൻഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റൺ ചെയ്തിട്ടുള്ള മാച്ച് നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. എൻഡ് കൊടുത്തു. സോ മാച്ച് കംപ്ലീറ്റ് ആയി. നമ്മൾ നേരത്തെ ലൈവ് ടൂർണമെൻറ്റ് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിൽ ഇപ്പം ഒരു പ്ലെയർ സ്കോർ ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു ടൈം ലൈനൊക്കെ ഉണ്ട്. ഇതിൽ ആരാണ് എത്രാമത്തെ മിനിറ്റിലാണ് ആൾ ഗോൾ അടിച്ചത്. ഇപ്പം ഇൻ കേസ് നമ്മൾ ഇവിടെ ലൈവ് ടൂർണമെൻറ്റിൽ പോയിട്ട് ഇപ്പോൾ റൺ ചെയ്യുന്നതിൻ്റെ ഇവിടെ ഒന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഏത് മിനിറ്റിൽ ആര് ഗോൾ അടിച്ചു. അതൊക്കെ നമ്മൾ ഗൂഗിളിലെല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഗൂഗിളിൽ ഒന്നുകൂടി ഫീച്ചർ റിച്ച് ആണ്. അതിൽ ഇന്ന സമയത്ത് ആൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോഴത്തെ ടീം ലൈനപ്പ് ഏതാണ്, ടീം ലൈനപ്പ് സെലക്ട് ചെയ്യാനുള്ള ഫീച്ചറൊന്നും ഇപ്പോൾ ഇല്ല. ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സ്റ്റാറ്റ്സ് നമ്മൾ അഡ്മിൻ പാനലിലാണുള്ളത്. അത് നമ്മൾ ഈ മാൻ ഓഫ് ദ മാച്ചും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പെർട്ടിക്കുലർ മാച്ചിൻ്റെ മാൻ ഓഫ് ദ മാച്ച് ഇപ്പം സജഷൻ ഉള്ളത് സുകേഷ് ആണ്. അപ്പോൾ അതായത് ഒരു ഗോൾ ഒരു ഷോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സജഷൻ കാണിക്കുന്നത്. ഒന്നുകിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ആർക്കാണോ മാൻ ഓഫ് ദ മാച്ച് കൊടുത്തത് അവിടെ ജസ്റ്റ് സ്റ്റാർ ചെയ്ത് വെച്ചാൽ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതാണ് മാച്ചിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനുള്ള സൈഡ്. അപ്പോൾ ഇവിടെ പിന്നുള്ളത് നമ്മൾ ടൂർണമെൻറ്റിൽ ഓവറോളിൽ നമ്മൾ ബെസ്റ്റ് കീപ്പർ അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ടോട്ടൽ ആ ടൂർണമെൻറ്റിൽ കളിച്ച എല്ലാ പ്ലേയേഴ്സിനെയും സ്റ്റാറ്റ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പ്ലെയർ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ടാബ് ഉണ്ട്. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം സജസ്റ്റ് ചെയ്യും. അത് ഇങ്ങനെ ആയിരിക്കും. അത് വെച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഗോളും അസിസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സോർട്ട് ചെയ്യാനുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെച്ച് സോർട്ട് ചെയ്യും. നമുക്കത് വെച്ച് ഡിസൈഡ് ചെയ്യാം. കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ തിങ്സ് വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒരു യൂസർ മാനേജ്മെൻ്റ് എല്ലാം ഉണ്ട്. ഇത് ഞാൻ if someone needs it, because there's a lot of tournaments, local tournaments happening in Kerala, so നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇറ്റ് ആസ് എ കമൻറ്റ്. ഞാൻ മേ ബി ഐ മേക്ക് ഇറ്റ് ലൈവ് ഫോർ എവരി വൺ. സോ ഇതെങ്ങനെ ചെയ്തതിന് ഫസ്റ്റ് ദിസ് ഈസ് കേഴ്സറിൽ ഞാൻ ഫസ്റ്റ് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. പ്ലാനിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് എനിക്കൊരു ടൂർണമെൻറ്റ് മാനേജർ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ആണ്, അതിന് പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ഈ പെർട്ടിക്കുലർ പ്രോംപ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ജസ്റ്റ് ഗോ ടു ഗൂഗിൾ ജെമിനി ഓർ ക്ലോഡ്. ഐ തിങ്ക് ക്ലോഡ് ഈസ് ബെറ്റർ.
നമ്മൾ അതിൽ പോയിട്ട് എനിക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം, അതിന് ആക്ട് ആസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൊടുക്കാം. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇറങ്ങുന്ന മോഡൽസ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ്, ചിലപ്പോൾ അതും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് തരും, അത് കൊടുക്കുക. ഇപ്പം കേഴ്സറിൻ്റെ കേസിലാണെങ്കിൽ കേഴ്സറിന് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട്. ഒന്നുകിൽ പ്ലാൻ മോഡ് ഉണ്ട്, ഏജൻറ്റ് മോഡ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാൻ മോഡ്, ഏജൻറ്റ് മോഡിൽ പ്ലാൻ മോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലാൻ മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ചോയ്സസ് എല്ലാം, അതായത് ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ മോഡലിന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പസ് 4.6 അല്ലെങ്കിൽ സോണറ്റ്. ഐ തിങ്ക് ഓപ്പസ് ഈസ് ബെറ്റർ. ദിസ് ഇസ് 4.6 ഇസ് ദ ലേറ്റസ്റ്റ് വൺ. അപ്പം ഈ പ്ലാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന് നമ്മുടെ കേഴ്സറിൻ്റെ കേസിലാണെങ്കിൽ കേഴ്സറിൻ്റെ ഡോട്ട് കേഴ്സർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ് നമ്മുടെ ലോക്കൽ ഡ്രൈവിൽ ഈ MD ഫയൽ സേവ് ആയി കിടക്കുക. ആ സേവ് ചെയ്തിട്ടുള്ള ഫയൽ എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് ആൻറ്റി ഗ്രാവിറ്റിയിൽ ഒന്നുകിൽ ഈ പ്രോജക്റ്റിലേക്ക് ജസ്റ്റ് ഒരു ഫോൾഡറിലേക്ക് ആഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത സെയിം ഫയൽ. എന്നിട്ട് ആ ഫയൽ എടുത്തിട്ട് നമ്മുടെ കോണ്ടെക്സ്റ്റ് വിൻഡോയിൽ അപ്ലൈ ചെയ്തിട്ട് ഗോ ത്രൂ ദിസ് പ്ലാൻ ആൻഡ് ക്രിയേറ്റ്. ഇതിൽ തന്നെ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റിയിലും ഉണ്ട് പ്ലാനിങ് മോഡ്. അപ്പോൾ ആ പ്ലാനിങ് മോഡ് സെലക്ട് ചെയ്യും, കേഴ്സർ തന്ന പ്ലാൻ മോഡ് എടുത്തിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറയും, എന്നിട്ട് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ആൻറ്റി ഗ്രാവിറ്റിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ജിയോ ഉണ്ടെങ്കിൽ, ജിയോൻ്റെ സിം ഉണ്ടെങ്കിൽ ഐ തിങ്ക് 18 months ഈസ് ഫ്രീ, ഗൂഗിൾ വൺ സബ്സ്ക്രിപ്ഷൻ. അതിൽ പാർട്ട് ഓഫ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആൻറ്റി ഗ്രാവിറ്റി ഫോർ ഓൾമോസ്റ്റ് 18 months ഫോർ ഫ്രീ. ഓൾസോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ യൂസ് ദ സ്റ്റുഡൻറ്റ് ID കാർഡ് ഇൻ സം വേ ആൻഡ് യു ക്യാൻ ഗെറ്റ് ഗൂഗിൾ വൺ സബ്സ്ക്രിപ്ഷൻ ഫോർ ഫ്രീ. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലോഡ്, ഓപ്പസ്, സോണറ്റ്. ഈ 3 മോഡൽസ് ഇതിനെല്ലാം കോണ്ടെക്സ്റ്റ് വിൻഡോക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ടോക്കൺ എക്സോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് പ്ലാനിങ്ങിൻ്റെ മോഡ്സ് സമയത്ത് മാത്രം യൂസ് ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഒന്നുകിൽ ഈ ഗൂഗിളിൻ്റെ ജെമിനൈയുടെ മോഡൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ യു ക്യാൻ റൺ ഇറ്റ് ലോങ്. അപ്പം നമ്മളൊരു സൊല്യൂഷൻ, അതായത് ആ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൺ ചെയ്യാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു ടെക്നോളജിക്കൽ ബാക്കപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. എന്തെങ്കിലും അതിനെ പറ്റി ഒരു ചെറിയൊരു ധാരണയെങ്കിലും വേണം. അല്ലാതെ വൈബ് കോഡിങ് നമ്മൾ യൂട്യൂബിലും ഒരുപാട് ആൾക്കാർ നമുക്ക് ഇനി ഡെവലപ്പേഴ്സിന് ആവശ്യമില്ല, അത് ആവശ്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഐ വിൽ സേ യു നീഡ് ടു നോ ഹൗ ടു കണക്ട് ഓൾ ദീസ് ഡോട്ട്സ്. എങ്ങനെ സിസ്റ്റം ഡിസൈൻ ചെയ്യാം. ഇതിൽ ഇപ്പോൾ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത ഈ ആൻറ്റി ഗ്രാവിറ്റിയും കേഴ്സറും ക്രിയേറ്റ് ചെയ്ത ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പെർഫോമൻസ് ഡ്രോബാക്സ് ഉണ്ട്. അത് തന്നെ ഇനി if someone needs this application, I'll be fixing it, and ഞാൻ വേണമെങ്കിൽ if anyone needs it, I can push it to a public git repo. അപ്പം അത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ കാര്യം എന്നുള്ള അറിയണം. ഇനിയിപ്പം അത് അറിയണം എന്നുള്ളതിന് യു ക്യാൻ യൂസ് AI ഫോർ ദാറ്റ് ഓൾസോ. അപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ പേജ്, അപ്പം ഞാൻ ഇന്നലെ റൺ ചെയ്ത സമയത്ത് ഈ പെർട്ടിക്കുലർ ടൂർണമെൻറ്റ് ഡീറ്റെയിൽ പേജ് സ്ലോ ആയിരുന്നു. I hosted it in a server and it was slow for one of the detail pages. So അത് ഞാൻ ഇത് റൺ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത്. ഞാനിത് ലോക്കലി റൺ ചെയ്ത് ഞാൻ ലൈവ് റൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ലോക്കലി റൺ ചെയ്ത സമയത്ത് ഭയങ്കര സ്പീഡാണ്, കാരണം ലോക്കൽ സിസ്റ്റമാണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ ബോട്ടിൽ നെക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ യു വിൽ ഹാവ് ടു ഫിക്സ് എ ലോട്ട് ഓഫ് തിങ്സ്. So when I gone through the code, I saw that there's a lot of join happening which we don't really need. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യു ക്യാൻ ആസ്ക് ദ സെയിം കഴ്സർ ഇൻ ദ ആസ്ക് മോഡ്. ഇങ്ങനെ പെർഫോമൻസ് ഈ പെർട്ടിക്കുലർ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് സ്ലോ ഉണ്ട്, വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. So if you guys need the source code of this application, you can just put a comment. I'll try to help you. In the യൂട്യൂബിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ you can get my email ID and you can mail me. I'll respond to you if I get time. And thank you for watching. Have a nice day.